നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം കേരളമടക്കമുള്ള 4 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും വന്നു കഴിഞ്ഞു. ഇതിൽ തന്നെ 3 സംസ്ഥാനങ്ങളിൽ കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ മൂന്നിടത്തും ഭരണമാറ്റം സംഭവിച്ചിരിക്കുകയാണ്. കേരളത്തിൽ UDF തരംഗം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് വിശകലനത്തിന് വേണ്ടി ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മലബാർ ജേണലിൻ്റെ ചീഫ് എഡിറ്റർ KP സേതുനാഥ്, അതേപോലെ സീനിയർ ജേർണലിസ്റ്റ് KJ ജേക്കബ്. കോട്ടകളൊക്കെ തകർന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കിക്കാണുന്നത്? ഈ ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഏതാണ്ട് പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അതായത് ഒപ്പീനിയൻ പോൾസ് ആയാലും ശരി, എക്സിറ്റ് പോൾസ് ആയാലും ശരി തന്നെ UDFന് ഒരു നേരിയ ഭൂരിപക്ഷത്തിലൊരു വിജയം വരുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷ. അതുകൊണ്ടൊരു ഭരണമാറ്റം കേരളത്തിലുണ്ടാവുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. പക്ഷേ ഈ തരത്തിലുള്ള ഒരു വലിയ തരംഗം ഉണ്ടാവുമെന്ന് ഒരാളും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് ഈവൻ UDF നേതാക്കൾ തന്നെ അവർ തന്നെ ഇന്ന് സമ്മതിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു തരംഗം ഉണ്ടാവുമെന്നുള്ളത്. ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളെന്ന് പറയുന്ന സ്ഥലങ്ങളിൽ CPMന് വന്ന ഭയങ്കരമായിട്ടുള്ളൊരു തിരിച്ചടിയാണ്. ഇപ്പം ഏറ്റവും പ്രകടമായിട്ട് പറയാൻ പറ്റുന്നത് തളിപ്പറമ്പും പയ്യന്നൂർ പോലെയുള്ള 2 മണ്ഡലങ്ങൾ. കേരളത്തിൽ മുഴുവൻ എടുത്തു കഴിഞ്ഞിരുന്നാലും CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളെന്ന് പറയാവുന്ന സ്ഥലങ്ങളിൽ CPMൻ്റെ മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ, ഇപ്പം തിരുവനന്തപുരത്ത് വന്ന ചിറയൻകീഴ്, ഇവിടെ വൈക്കം, ഇങ്ങനെ ഓരോന്ന് എടുത്തു കഴിഞ്ഞിരുന്നാലും ഒരു വളരെ പെർസെപ്റ്റബിളായിട്ടുള്ള ഒരു പാർട്ടി വിരുദ്ധ വോട്ട് എന്ന് പറയുന്നത്. അത് പാർട്ടി വിരുദ്ധ വോട്ടെന്ന് പറഞ്ഞാൽ പാർട്ടി നേതൃത്വത്തിനെതിരെ പാർട്ടി അണികളിൽ നിന്ന് ഉണ്ടായ ഒരു രാഷ്ട്രീയമായ ഒരു തിരിച്ചടിയാണ് ഇതിൻ്റെ ഒരു ശ്രദ്ധേയമായ ഒരു കാര്യമെന്നാണ് തോന്നുന്നത്. അത് ഒരു പക്ഷേ നമ്മുടെ സാധാരണ മാധ്യമ വിശകലനങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാതെ പോയ ഒരു ഫാക്ടറായിരുന്നു. ഒരുപക്ഷെ അത് വളരെ സൈലൻ്റായിട്ടായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും പാർട്ടി നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിൻ്റെയും ഭരണ നേതൃത്വത്തിൻ്റെയും എതിരായിട്ടുള്ള ഒരു വലിയ വികാരം ഇതിൽ കാണാവുന്നതാണ്. കേരളത്തിലെ ഈ ഒരു സാധനത്തിൽ കാണാവുന്നതാണ്. കേരളം കഴിഞ്ഞ് ജേക്കബിൻ്റെ കൂടെ കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കി പറയാം. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പാറ്റേണുകൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഞാൻ കണ്ടില്ല. സേതു പറഞ്ഞ പോലെ CPMമാർ നിരന്നു നിന്ന് CPM സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അതായത് CPM നേതൃത്വത്തോടുള്ള കൃത്യമായിട്ടുള്ള അതൃപ്തി ആളുകൾ പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അകത്തുള്ള ഒരു ഞാൻ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുമ്പോൾ ഒരു തരംഗം വരുന്നു, 100 വരെ സീറ്റുകൾ, 90 മുകളിൽ സീറ്റ് കിട്ടിയാൽ 100 സീറ്റ് കിട്ടിയാൽ എനിക്ക് അതിശയില്ല എന്ന് പറഞ്ഞു. പക്ഷേ പാർട്ടി കോട്ടകളിൽ ഇത്ര വലിയ വിള്ളൽ വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാനതിനെ വ്യാഖ്യാനിക്കുക ഇങ്ങനെയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് CPMൽ കണ്ടുകൊണ്ടിരിക്കുന്ന സർക്കാരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് CPMൻ്റെ ചിന്ത മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം സർക്കാരിൻ്റെ പോളിസിക്കനുസരിച്ച് പാർട്ടി നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷേ അത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. അതായത് ഈ പവർ എന്നുള്ളത് പാർട്ടിയുടെ പോളിസിയുടെ ബൈ പ്രോഡക്റ്റാണ്, അല്ലാതെ സർക്കാരിൻ്റെ പോളിസിയുടെ ബൈ പ്രോഡക്റ്റ് അല്ല പാർട്ടിയോ പാർട്ടിയുടെ പോളിസി എന്നുള്ളത്. ഇത് പാർട്ടിക്കാർക്ക് മനസ്സിലായി. അതായത് ഏറ്റവും താഴെ തട്ടിലുള്ള പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിയാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർ അവരുടെ ജീവിതവും കൊടുത്തുണ്ടാക്കിയ പാർട്ടിയാണ് സർക്കാർ. ഇപ്പോൾ നമ്മൾ സിനിമയ്ക്കകത്ത് വരുന്ന പറയുന്ന പോലെ സർക്കാർ ഇന്ന് വരും പോകും എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. വികസന പ്രവർത്തനങ്ങൾ നടക്കണം, പക്ഷേ അത് പാർട്ടി നിലപാടുകളെ മറികടന്നുകൊണ്ടാകരുത്. പാർട്ടിയും മുന്നണിയും ഒക്കെ വളരെ ചുരുക്കം ആളുകൾ മാത്രം, അത് എക്സ്റ്റെൻഡ് ചെയ്ത് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയിലേക്ക് മാത്രം മാറുന്നതിനെക്കുറിച്ചുള്ള വലിയ അതൃപ്തി മനുഷ്യർക്കുണ്ട്. കാരണം അത് പിണറായി വിജയനോടുള്ള ഒരു വ്യക്തിപരമായ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരിപ്പോഴും പിണറായി വിജയനെ മോശം നേതാവായിട്ടൊന്നുമല്ല CPM നേതാക്കന്മാർക്കാണ്. പക്ഷേ തീരുമാനങ്ങൾ എടുക്കുമ്പം ജനാധിപത്യപരമായ പാർട്ടിക്കകത്തുള്ള അതിൻ്റേതായ ഒരു ജനാധിപത്യത്തിൻ്റെ സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ കുറിച്ച് പാർട്ടിക്കാർ വളരെ ആശങ്കാകുലരാണ്. അവർക്കത് പറയാനുള്ളൊരു വേദി നിഷേധിക്കപ്പെട്ടിരുന്നു എന്ന് വേണം നമ്മളിപ്പം മനസ്സിലാക്കാൻ. ഇത്രയധികം വയലൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ പാർട്ടി കേഡറിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. ഇത്ര വയലൻ്റ് ആയിട്ട് ആളുകൾ ഒരു കാര്യം പറയാം. ഇപ്പം 1986 NV രാഘവന്റെ നേതൃത്വത്തിൽ CMP പിളർന്നു പോയിട്ട് തരുന്ന തെരഞ്ഞെടുപ്പിൽ ആകപ്പാടെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് MV രാഘവനാണ്. അതൊരു പ്രത്യേക പാർട്ടി തന്നെ ഉണ്ടാക്കി അവർ ഇതിൻ്റെ കൂടെ നിന്ന് UDFൻ്റെ മുന്നണി ഒക്കെ. പക്ഷേ ഇപ്പം 2-3 വ്യക്തികൾ അങ്ങനെ പാർട്ടിക്കെതിരെ ഒരു വലിയ സംഘടിതമായൊരു കലാപമല്ല നടത്തിയിട്ടുള്ളത്. പ്രാദേശികമായ നിലയിലുള്ള പുറത്തുപോലും നടത്തിയ TK ഗോവിന്ദൻ,
കുഞ്ഞികൃഷ്ണൻ, ഇവിടെ അമ്പലപ്പുഴയിലെ ജി സുധാകരൻ, എന്നതിനപ്പുറത്തേക്ക് പോയ ഐഷ പോറ്റി, ഇങ്ങനെയുള്ള ഒരുപക്ഷെ CPM-ൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ പാർട്ടിയുടെ പ്രാദേശികമായിട്ടുള്ള ഒരു നില, വലിയൊരു ഐഡിയോളജിക്കലോ നയപരമായിട്ടുള്ളൊരു വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ വെല്ലുവിളി ഉയർത്തിയ സംഘടനാ സംവിധാനത്തിൻ്റെ പുറത്ത് പോവുകയും എന്നിട്ട് അവർ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയും ജയിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് പാർട്ടി അണികളിൽ നിന്നുള്ള ഒരു പിന്തുണ കൂടെ ഇല്ലാതെ ഒരുപക്ഷെ അവരാരും ജയിച്ചിരിക്കാനായിട്ടുള്ള ഒരു ജയിച്ചു വരാനുള്ള സാധ്യത. എനിക്കക്കാര്യത്തിൽ സംശയമില്ല സേതു. CPM-ൻ്റെ പ്രവർത്തകർ അവരുടെ പാർട്ടിയുടെ പോളിസിയെക്കുറിച്ച് അവർക്ക് ആശങ്കയുണ്ട്. അത് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ധർമ്മടം നിയോജക മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിറകോട്ട് പോകണമെങ്കിൽ അവരുടെ തീരുമാനം അതാണ്. അതൊരു സത്യത്തിൽ ഞാൻ ഇന്നൊരാളോട് പറഞ്ഞത്, അതായത് നിങ്ങൾക്കൊരു CPM-കാരനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് അഭിമാനം തോന്നേണ്ട ഒരു ദിവസമാണിന്ന്. കാരണം പാർട്ടിയും പാർട്ടിയുടെ പരിപാടിയും പാർട്ടിയുടെ നയങ്ങളും ഒരു തരത്തിലുള്ള ഇൻറ്റിമിഡേഷനും വിട്ടുകൊടുക്കില്ല എന്നവർ തീരുമാനിച്ചു. അതിൻ്റെ വയലൻ്റ് ആയിട്ടുള്ള അവർക്ക് ആ സാധനം പാർട്ടിക്കകത്ത് പറയാൻ പറ്റിയില്ലെങ്കിൽ കിട്ടിയ ആദ്യത്തെ ഓപ്പർച്യൂണിറ്റിയിൽ അവർ ഉപയോഗിച്ചു എന്നുള്ളത് അതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സാധാരണ ഇത് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പാർട്ടിക്ക് തെറ്റ് പറ്റാറില്ല. പാർട്ടി എന്നുള്ളത് ഒറ്റ മനുഷ്യനിലേക്ക് ചുരുങ്ങുകയും ഈ കളക്റ്റീവ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സാധാരണ കൊണ്ടു നടക്കുന്ന വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള ചില സാധനങ്ങൾ അതില്ലാണ്ടായി പോവുകയും അതിൻ്റെ ഫലമായിട്ട് പോളിസി അത് ബാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇപ്പം നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് CPM ഒരു സോഫ്റ്റ് ഹിന്ദുത്വ കളിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഒരു സോഫ്റ്റ് ഹിന്ദുത്വ കളിക്കുക എന്നുള്ളത് ഒരു CPM കേഡറിനെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ ചിന്തയിലില്ലാത്തതാണ്. ഹീസ് പ്രൗഡ് ഓഫ് ദ സെക്യുലർ ക്രെഡൻഷ്യൽസ് ഓഫ് ഹിസ് പാർട്ടി. അതിലൊരു കോംപ്രമൈസ് അയാളെ സമ്മതിക്കത്തില്ല. അയാൾക്കൊരു സേ ഉണ്ടായിരുന്നെങ്കിൽ അയാളത് സമ്മതിക്കത്തില്ലായിരുന്നു. അതിപ്പോൾ പല ഇൻസ്റ്റൻസസ് ഉണ്ടായിരുന്നു. ആ ഇൻസ്റ്റൻസസിലൊക്കെ ഇപ്പം വെള്ളാപ്പള്ളി നടേശനെ കാറക്കേറ്റ് ഇതിൻ്റെ പ്രശ്നം അല്ലത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് കുറഞ്ഞതിന് ശേഷം എ സീരീസ് ഓഫ് ഡിസിഷൻസ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം. അഭിപ്രായ പ്രകടനങ്ങളുണ്ടായി. ഇപ്പം ഉദാഹരണത്തിന് വയനാട് ജയിച്ചത് തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ്, പാലക്കാട് ജയിച്ചത് തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ്. ഇതെല്ലാം തന്നെ ഒരു എന്താ പറയുന്ന ഡോഗ് വിസിലിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു ഭൂരിപക്ഷ വർഗീയതയെ അല്ലെങ്കിൽ സുഹൃത്ത് ഹിന്ദുത്വയെ എങ്ങനെ കൊണ്ടുവരുന്നതിൻ്റെ അല്ലെങ്കിൽ അതിനോട് ഒരു സൗഹൃദം സ്ഥാപിക്കുന്നതിൻ്റെ ഒരു ചിഹ്നമായിട്ടെടുത്തു. ഇത് മാത്രമല്ല, ഇപ്പോൾ ജേക്കബ് പറഞ്ഞ ഈ സോഫ്റ്റ് ഹിന്ദുത്വം എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ഇതെന്താന്ന് പറഞ്ഞാൽ 1990-കളിൽ സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങൾ തകർന്നു പോയതിനു ശേഷവും ആഗോളതലത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും വലിയ തിരിച്ചടി ഉണ്ടായ ഒരു സമയത്ത് ഇന്ത്യയിൽ CPM CPI പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നിലനിർത്തിയത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസക്തി ഏറ്റവും കൂടുതലായിട്ട് നിന്നത് ഈ ആൻറ്റി ഹിന്ദുത്വ എന്ന് പറയുന്ന അല്ലെങ്കിൽ വർഗീയ വിരുദ്ധമായിട്ടുള്ള ഒരു ഫോഴ്സ് എന്നുള്ള നിലയിലായിരുന്നു. അതായിരുന്നു. അല്ലെങ്കിൽ ഇപ്പം ഉദാരവൽക്കരണം മുതലുള്ള സാമ്പത്തിക നയങ്ങൾ വരുമ്പോഴും എല്ലാം തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അതിൽ നിന്ന് വളരെ ഭിന്നമായിട്ടുള്ള ഒരു അജണ്ടയൊന്നും ഇല്ലായിരുന്നു. അവരുടെ വെസ്റ്റ് ബംഗാളിലെ ഗവൺമെൻറ് ആയാലും ശരി എല്ലാം തന്നെ ആ നിലയിലുള്ള സ്വകാര്യ മൂലധനവുമായിട്ട് കൈകോർക്കുന്ന തരത്തിലുള്ള നടപടികളും നയങ്ങളും എല്ലാം സ്വീകരിച്ചിട്ട് വന്നിട്ടുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ ആ നിലയിൽ ഇവരുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു ഐഡിയോളജി തന്നെ ഒരു വലിയ വെല്ലുവിളി നേരിട്ടപ്പോഴത്തേക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത് ഈ വളരെ കൃത്യമായിട്ടുള്ള ഒരു കോംപ്രമൈസും ഇല്ല വർഗീയ ശക്തികളോട് എന്ന് പറയുന്ന ഒരു നിലപാടായിരുന്നു. ആ നിലപാടിൽ ആണ് കേരളത്തിലെ പാർട്ടി സംഘടനാ സംവിധാനം വെള്ളം ചേർക്കുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഇംപ്രഷൻ അവരറിഞ്ഞോ അറിയാതെയോ അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അത് നേരത്തെ ജേക്കബ് ചൂണ്ടിക്കാണിച്ചതുപോലുള്ള പല ഇൻസിഡൻറ്റുകളിലും അത് പ്രകടമായിട്ടുണ്ട്. അത് കേരളത്തിൽ ഒരുപക്ഷെ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കേരളത്തിൽ ഒരു എന്താ പറയുന്ന ഒരു ചേരിതിരിവ് അല്ലെങ്കിൽ പോളറൈസേഷൻ ഉണ്ടാക്കാനായിട്ട് അത് വഴിയൊരുക്കിയെന്ന് കാണേണ്ടതുണ്ട്. അതും ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ വളരെ ശക്തമായി റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അറിയാത്ത കാര്യമല്ല. ഇന്ത്യയിൽ ഞാനിത് പല പ്രാവശ്യം എഴുതിയിട്ടുള്ളത് കൊണ്ട് എനിക്കത് പെട്ടെന്ന് ഓർമ്മ വരും. ഇന്ത്യയിലെ കോൺഗ്രസിനോട് ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് നിങ്ങൾ സോഫ്റ്റ് ഹിന്ദുത്വ കളിക്കരുത് എന്നുള്ളത്. കാരണം പഴയ ഗെയിം അല്ല. ഇപ്പം നിങ്ങൾക്കൊരു പ്രോപ്പർ ഹിന്ദുത്വ പാർട്ടി അവിടെയുണ്ട്. അപ്പോൾ ആ പാർട്ടി കളിക്കുന്ന കളി അതിൻ്റെ ചെറിയ അളവിൽ നിങ്ങൾ കളിച്ചാൽ
നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്യുന്ന ആ മനുഷ്യരെ അവിടെ കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ചെയ്യരുത് എന്നുള്ളത് അവർക്കറിയാം, പാർട്ടികൾക്ക് ആ അപകടം അറിയാം. എന്നിട്ടാണ് ഈ കളി കളിച്ചത്. അതിനകത്ത് റെഡീമിങ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും അതിൻ്റെ ബെനഫിഷ്യറീസ് പിന്നെ BJP അല്ല എന്നുള്ളതാണ്. ഇതും ഇതിൻ്റെ കൂടെ വലിയ തോതിൽ ഡിസ്പ്രപ്പോർഷനേറ്റായിട്ട് LDFൻ്റെ നേരെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആക്രമണം, അതല്ലെങ്കിൽ ഒരു ഓഡിറ്റിംഗ് എന്ന് പറയാം, അത് ആക്രമണം എന്നേ പറയാൻ പറ്റുള്ളൂ, അങ്ങേയറ്റം ഡിസ്പ്രപ്പോർഷനേറ്റായിട്ട് ഇതെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞപ്പം UDF ടേൺഡ് ദ ബെനഫിഷ്യറി. അതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ ബെനഫിറ്റ് BJPക്കോ സംഘപരിവാറിനോ കിട്ടിയിട്ടില്ല. ഒരു സ്പേസ്, കഷ്ടിച്ചൊരു ബ്രീത്തിങ് സ്പേസ് കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി LDF എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഞാൻ നോക്കുന്നത്. ഇനിയെങ്കിലും ഈ പരിപാടി നിർത്തുകയും അവർക്കതേ പറ്റൂ. LDFനെ സംബന്ധിച്ചിടത്തോളം വെള്ളം ചേർക്കാത്ത മതനിരപേക്ഷ നിലപാടല്ലാതെ മറ്റൊരു വഴിയുമില്ല. ആ നിലപാടിലേക്ക് ദാറ്റ് വിൽ ബി ടെസ്റ്റഡ് അറ്റ് എവറി സിംഗിൾ പോയിന്റ്. ഇപ്പോൾ തുടങ്ങിയുള്ള റിയാക്ഷനിൽ അത് വരും. ആ മതനിരപേക്ഷ മൂല്യങ്ങളോടുള്ള കറയില്ലാത്ത പ്രതിബദ്ധത അത് നിലനിർത്തുക എന്നുള്ളതാണ് ഇനി LDFന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അത് വെല്ലുവിളിയല്ല, സാധാരണ ഇതിൽ ദാറ്റ് ഷുഡ് ബി പാർട്ട് ഓഫ് ദെയർ ക്യാരക്ടർ. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഡീവിയേഷൻ ആയിരുന്നു അത്. ഇഫ് ദേ ഗോ ബാക്ക് ടു ദെയർ ഒറിജിനൽ പൊസിഷൻ, കേരളത്തിന് ഒരു ഭീഷണിയില്ല എന്ന് നമുക്ക് പറയാം. അതല്ല എങ്കിൽ ഈ ഗെയിം കളിക്കാനാണ് തീരുമാനം. എനിക്ക് തോന്നുന്നത് അത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തന്നെ അത് തിരുത്തിയ സ്ഥിതിക്ക് നേതൃത്വത്തിന് മനസ്സിലാവേണ്ടതാണ്. അതല്ല എങ്കിൽ വി ആർ ഇൻ ഫോർ ലാർജർ ഡേഞ്ചർ. അത് മറ്റ് സംസ്ഥാനങ്ങൾ പലയിടത്തും വന്നതുപോലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ചുവരിൽ കയറി ഹിന്ദുത്വ ഐഡിയോളജി അങ്ങോട്ട് വരികയും അത് വിഴുങ്ങുകയും ചെയ്യുന്ന. ഇപ്പോൾ നമ്മൾ വെസ്റ്റ് ബംഗാളിൽ കണ്ടു, ബീഹാറിൽ കണ്ടു. ഇത് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കാര്യം മനസ്സിലാക്കണം. ദേ ജസ്റ്റ് കാൺട്ട് സോഫ്റ്റ് പെഡിൽ ഓൺ സെക്കുലർ പൊളിറ്റിക്സ്. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ ഇപ്പോൾ വന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ശ്രദ്ധ മുഴുവൻ പോകുന്നത് ഇടതുപക്ഷത്തിന് ഏറ്റ തിരിച്ചടിയെ കുറിച്ചിട്ടാണ്. കാരണം അതിന് പല അടരുകളും ആ തിരിച്ചടിയിലുണ്ടാവും. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയവും UDFൻ്റെ വിജയമാണ്. UDFന് അവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയമാണ് കൈവന്നിട്ടുള്ളത്. ഈ വിജയം സ്വാഭാവികമായിട്ടും അവർക്ക് ആഘോഷിക്കാം, അവർ ആഘോഷിക്കുക തന്നെ വേണം, അതിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ ഈ വിജയം പൊളിറ്റിക്കലി എത്രത്തോളം ഇത് സസ്റ്റെയിൻ ചെയ്യാം? കാരണം ഇതിനകത്ത് UDFൻ്റെ ഒരു പ്രത്യേക എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവായ ഒരു വെർഡിക്റ്റ് ആണെന്ന് തോന്നുന്നില്ല. അതായത് പലപ്പോഴും ഈ ഭരണ സംവിധാനത്തിനെതിരെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടി സംവിധാനത്തിനെതിരെയും അതിൻ്റെ നേതൃത്വത്തിനെതിരെയും ആയിട്ടുള്ള ഒരു വോട്ടാണ്. അപ്പോൾ ആ നിലയിൽ വരുമ്പോഴത്തേക്ക് UDFൻ്റെ നയങ്ങളും അല്ലെങ്കിൽ ഇനി അത് മുന്നോട്ട് വയ്ക്കുന്ന അതിൻ്റെ രാഷ്ട്രീയ അജണ്ടയെല്ലാം തന്നെ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ പരിശോധിക്കപ്പെടും. അതുകൂടെ അനുസരിച്ചിട്ടായിരിക്കും കേരളത്തിൻ്റെ അടുത്ത രാഷ്ട്രീയ, ഇപ്പം ജേക്കബ് നേരത്തെ സൂചിപ്പിച്ച ഇടതുപക്ഷത്തിൻ്റെ മതനിരപേക്ഷ നിലപാടിൽ അവർ വീണ്ടും ഏതെങ്കിലും തരത്തിലുള്ള കോംപ്രമൈസുകൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ആപത്തിലേക്ക് പോകും. അതുപോലെ തന്നെ UDF സംവിധാനം അതെങ്ങനെയാണ് അവരുടെ രാഷ്ട്രീയത്തെ ഇനി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അനുസരിച്ചിട്ടും ഇരിക്കും കേരളത്തിൻ്റെ കാര്യം. കാരണം BJPയുടെ ഇപ്പം അവർക്ക് ഓൾറെഡി ചാത്തന്നൂർ പോലെ ഒരു സ്ഥലത്ത് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. പാലക്കാട് നേമത്തും എല്ലാം തന്നെ പാലക്കാട് വിജയിച്ചിട്ടില്ലെങ്കിൽ ഏതാണ്ട് വിജയിക്കുന്ന ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് അവർ നിലനിൽക്കുന്നു. നേമത്തിൻ്റെ റിസൾട്ട് ഇത് കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും വരും. അതായത് BJP കേരളത്തിൽ അവഗണിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ ശക്തിയായി മാറുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അതിനെ ഫർദറായിട്ട് കൺസോളിഡേറ്റ് ചെയ്ത് ഇരിക്കാനുള്ള ഉത്തരവാദിത്വം ഈ കേരളത്തിലെ രണ്ട് മുന്നണികൾക്കുമുണ്ട്. അത് ഇടതുപക്ഷ മുന്നണിക്കുമുണ്ട്, മറ്റേ കോൺഗ്രസിൻ്റെ ഐക്യജനാധിപത്യ മുന്നണിക്കുമുണ്ട്. അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളതായിരിക്കും ഒരുപക്ഷെ കേരളത്തിൻ്റെ വരുന്ന ദിവസങ്ങളിലെ രാഷ്ട്രീയത്തിനെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം. UDFനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇത്രയും കാലം അവർക്ക് കളത്തിന് പുറത്തു നിന്ന് വർത്തമാനം പറഞ്ഞാൽ മതിയായിരുന്നു. അവർക്കൊരു ഗവർണൻസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഇനി അവർക്ക് നടത്തിക്കൊണ്ട് പോകണം. സൈദ് പറഞ്ഞ പോലെ പോളിസിയുടെ കാര്യമുണ്ട്. എത്രത്തോളം അവർക്ക് ഈ പലതരം ഇൻട്രസ്റ്റുകളെ കൊണ്ടു നടക്കാൻ പറ്റുക എന്നുള്ളത് അത് വി മസ്റ്റ് ഗിവ് ഇറ്റ് ടു ദം. അവർ പക്ഷേ അവർ സിംഗുലർലി അവർ ഫെയിൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ 5 വർഷത്തിൽ പ്രത്യേകിച്ചും ഒരു വയബിളായിട്ടുള്ള ഒരു വർത്തമാനം പറയാൻ അവരെ കൊണ്ട് പറ്റും. ഇപ്പോൾ അവരുടെ 5 ഗ്യാരണ്ടികൾ
5 കാര്യങ്ങൾ മാത്രമല്ല, ഇതിൽ പുതുയുഗ യാത്ര നടത്തിക്കൊണ്ട് ശ്രീ വി.ഡി. സതീശൻ പറഞ്ഞത് വലിയ പദ്ധതികൾ. കേരളത്തിൻ്റെ ഖജനാവ് കാലിയാണ്, ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു, ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് എന്നിങ്ങനെ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ 5 ഗ്യാരണ്ടികളുണ്ട്. അതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ പോലെയുള്ള മനുഷ്യർ നോക്കിയിരിക്കുന്ന കാര്യങ്ങൾ, അവർ കൊടുത്ത വലിയ വാഗ്ദാനങ്ങൾ, ഇപ്പോൾ ആശ വർക്കർമാർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന 21,000 രൂപയുടെ മാസ പ്രതിഫലം, ഇത്തരം സാധനങ്ങൾ അവരുടെ ബാഗേജിലുണ്ട്. എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളിയായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒരു തരത്തിലുള്ള ഒരു പെർസ്പെക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ പോലും നമ്മൾ UDFിന് വലിയ പദ്ധതികളുണ്ടാകും. സർക്കുലർ എക്കണോമി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് അങ്ങനെയൊന്നുമല്ല ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യർ സംസാരിക്കുക. അപ്പം ഗവർണൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെയുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ സർക്കാർ നേരിട്ട് ഇടപെടുന്ന പല പദ്ധതികളുണ്ട്. മനുഷ്യരെ അന്തസ്സോടുകൂടി ജീവിക്കാൻ പര്യാപ്തമാകത്തക്ക വിധത്തിൽ സ്റ്റേറ്റിൻ്റെ ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ, അത് ഒരു തട്ടും തടവും ഇല്ലാതെ വളരെ പ്ലാൻഡായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു സർക്കാരായിരുന്നു അതെത്രത്തോളം അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ മനുഷ്യരോട് ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരിക്കണം. അവർ ഗവർണൻസ് പുറത്തു നിന്ന് പറയുന്ന പോലെ വർത്തമാനം പറഞ്ഞാൽ പോരാ, വയനാട്ടിൽ കണ്ടതുപോലെ ഉത്തരവാദിത്തരഹിതമായി പെരുമാറിയാൽ പോരാ. ഒരു വലിയ സർക്കാർ മെഷീനറി ഉണ്ട്, സർക്കാർ സ്റ്റേറ്റിൻ്റെ ഇൻ്റർവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണിത്. അപ്പോൾ അതിൽ വർത്തമാനം മാത്രം പറഞ്ഞാൽ പോരാ, അതിൽ കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കേരളം പോലുള്ളൊരു സ്റ്റേറ്റ് ഫേസ് ചെയ്യാൻ പോകുന്നത് വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ട്. അത് 2 രീതിയിലുണ്ട്. ഒന്ന്, ഗ്ലോബൽ എക്കോണമിയിൽ തന്നെ ഈ വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസും ഓയിലിൻ്റെ പ്രൈസ് ഹൈക്കും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്രൈസിസ് സിറ്റുവേഷനുണ്ട്. അത് ഇന്ത്യൻ എക്കോണമിയിൽ വളരെ ഗുരുതരമായിട്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഗ്യാസ് പ്രൈസിൻ്റെ കാര്യങ്ങൾ, ഇൻഫ്ലേഷൻ വരുന്ന കാര്യങ്ങൾ, അങ്ങനെ ഏത് ഫണ്ടമെൻ്റൽസ് എടുത്തു കഴിഞ്ഞിരുന്നാലും അത്ര ശുഭോദർക്കമായിട്ടുള്ള ഒരു ദിനങ്ങളല്ല വരാനിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് കേരളത്തിൽ ഈ ഒരു മാറ്റം വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു പെർസ്പെക്റ്റീവ് ഈ പറയുന്ന പല നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അത് കോൺഗ്രസ് എപ്പോഴും ഭരിക്കുമ്പോഴത്തേക്കും ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആ നിലയിലുള്ള ഒരു കാഴ്ചപ്പാട് ഇവർക്ക് പലപ്പോഴും അവർ ലാക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം. അത് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ചിട്ടുള്ള എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള പോയിന്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞ 10 വർഷമായിട്ട് അത് ഫങ്ഷൻ ചെയ്തിട്ടുള്ള ഒരു രീതി ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും പരിചിതമാണ്. ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്, ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്, സമയബന്ധിതമായിട്ട് ഓരോ പ്രൊജക്റ്റുകളെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പുതിയ ഗവേണൻസ് കൾച്ചർ ആ നിലയിൽ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എത്രത്തോളം കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വത്തിന് കഴിയും, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് കഴിയും എന്നെല്ലാം ഉള്ളതാണ് നമ്മൾ വ്യക്തമായിട്ട് നോക്കേണ്ടത്. ഇതിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ട് സേതോ. ഇതിൻ്റെ അകത്തുള്ള നമ്മൾ പഴയ വാജ്പേയി സർക്കാരിന് 2004 തിരഞ്ഞെടുപ്പ് തുടങ്ങി നമ്മൾ ഇങ്ങോട്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, നിങ്ങൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബാലൻസിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രീയം പറയുന്നതിന് പകരം അവർ വികസനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. വികസനം എന്നുള്ളത് ആർക്കും പറയാവുന്ന ഒരു വർത്തമാനമാണ്. നിങ്ങളുടെ രാഷ്ട്രീയം തന്നെയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യർ വോട്ട് ചെയ്യുന്നത്. എനിക്കത് ഞാൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മനുഷ്യർ രാഷ്ട്രീയം നോക്കിയാണ് വോട്ട്. നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഒരാളെ വഴിയിലേക്ക് ഇറക്കി ഒരു പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് അയാളുടെ രാഷ്ട്രീയമാണത്. അതല്ലേ എൻ്റെ പാർട്ടിയുടെ സർക്കാരുണ്ട് എന്നുള്ളതല്ല, എൻ്റെ പാർട്ടിയുടെ നയമുണ്ട് എന്നുള്ളതാണ് മനുഷ്യരെ വഴിയിലേക്ക് ഇറക്കുന്നത്. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ ഒരു മീഡിയയുടെ 1 സൈഡഡ് അപ്രോച്ച് കൊണ്ട് ഒരു തരത്തിലുള്ള ചോദ്യമോ ഓഡിറ്റോ ഇന്നുവരെ അവർ നേരിടേണ്ടി വന്നിട്ടില്ല. നയത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ്സിന് അവർക്ക് ലൈസൻസ് ഫ്രീ ആണ്, അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട് അതിൽ ഫ്രീഡം ഉണ്ട് എന്ന് പറയാം. ഗവർണൻസിൻ്റെ കാര്യത്തിലും കൂടി അത് വരിക എന്നുള്ളത് അത് മനുഷ്യരുടെ ജീവിതത്തെ അതിപ്പോൾ സേതു ഗ്യാസ് പ്രൈസിൻ്റെ കാര്യം പറഞ്ഞു. ഇത് നമ്മുടെ നാട്ടിൽ വളരെ സാധാരണക്കാരായ പലതരം മനുഷ്യരെ ബാധിക്കാൻ വേണ്ടി, ഇപ്പോൾ ഹോട്ടലുകളിൽ ഭക്ഷണത്തിൻ്റെ വില കൂടാൻ വേണ്ടി പോകുന്ന ഹോട്ടലുകൾ പൂട്ടുന്ന മനുഷ്യർക്ക് തൊഴിലില്ലാതെ വരും. ഏറ്റവും ചെറുകിട ഹോട്ടലുകളായിരിക്കും പൂട്ടുന്നത്. ഈ ചെറുകിട ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരുണ്ട്. അതെ, ഈ ഒരു പ്രശ്നം എന്നുള്ളത് ഒരു ലാർജർ, അത് ഭരണകക്ഷിയോ പ്രതിപക്ഷമോ എന്നില്ലാതെ എനിക്ക് തോന്നുന്നു അത് നമ്മളൊരു വലിയ ക്രൈസിസിന് മുന്നിലേക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത്
പ്രതിപക്ഷത്തെ കൂടി ചേർത്തുകൊണ്ട് പ്രതിപക്ഷ അക്കാര്യത്തിൽ വോളണ്ടിയറാണ്, സർക്കാർ അവരുടേതാണ് എന്നുള്ളതുകൊണ്ട് മാറി നിൽക്കുകയല്ല ചെയ്യുന്നത്. ഇതൊരു നാടിൻ്റെ ഒരു പ്രശ്നമാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ആ കൂട്ടത്തിൽ കൂടാൻ വേണ്ടി പിന്നെ എനിക്കൊന്ന് ഇടതുപക്ഷം കൂടെ തയ്യാറാക്കണം. കാരണം ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഹ്യൂജ് ക്രൈസിസ്. നമ്മളത് ഇമ്മീഡിയറ്റ് ആണ്, ഇമ്മിനൻ്റ് ആണത് അത് വരാൻ വേണ്ടി. അപ്പോൾ അതിൽ ഒരു സമവായത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അത് വളരെ അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യവുമായിരിക്കും. ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഭരണപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷത്തേക്കാൾ കൂടുതൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷം കുറച്ചുകൂടെ നല്ല പെർഫോമേഴ്സ് ആയിരിക്കും എന്നുള്ളൊരു പറച്ചിൽ സാധാരണ ഉണ്ടാവാറുണ്ടല്ലോ. അതിന് ഉദാഹരണമായിട്ട് പറയാറുള്ളത് VS ഉണ്ടായിരുന്ന സമയത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രകടനത്തെ എടുത്ത് വെച്ച് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിൽ ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ 2 ടേമിലേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ. ഇനി വരാൻ പോകുന്ന സർക്കാരിനെ അതിനെ മറികടക്കുക, അല്ലെങ്കിൽ അത്രയും മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മാത്രമാണ് ഈ പബ്ലിക് ഓഡിറ്റ് എന്ന് പറയുന്നതിന് ഈ വരുന്ന സർക്കാർ എന്തായാലും ബാധകമായിരിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മാത്രമാണ് പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ 2 ടേമിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ബെഞ്ച് മാർക്കിനെ അവർക്ക് മറികടക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് ദുരന്തങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു ജനതയാണ് കേരള ജനത പറയുന്നത്. അപ്പോൾ ഈ എല്ലാ ദുരന്തങ്ങളിലാണെങ്കിലും ആ അവസരങ്ങളിലൊക്കെ ജനങ്ങളെ ചേർത്ത് പിടിച്ചിരുന്ന ഒരു സർക്കാരിനെ വെച്ചിട്ടാണ് ഇനി വരുന്ന ഒരു സർക്കാരിനെ വിലയിരുത്താൻ പോകുന്നത്. അപ്പോൾ UDF എന്തായാലും എളുപ്പമായിരിക്കില്ല അടുത്തൊരു 5 വർഷക്കാലം എന്നുള്ളൊരു കാര്യം കൂടെ അതിൻ്റെ കൂടെ ചേർക്കുകയാണ്. അല്ല, UDF ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവരുടെ നേതൃത്വത്തെക്കുറിച്ചിട്ടുള്ള തർക്കങ്ങളും അല്ലെങ്കിൽ അങ്കലാപ്പുകളും ഒക്കെ ആയിരിക്കും അടുത്ത ദിവസങ്ങളിൽ വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കോൺഗ്രസിൻ്റെ തന്നെ മുഖ്യമന്ത്രി കുറിച്ചിട്ടുള്ള കാര്യം വരെ തീരുമാനം ഉണ്ടായിട്ടില്ല. അത് അത്ര പെട്ടെന്ന് തീരുമാനം ഉണ്ടാവുമെന്ന് തോന്നുന്നുമില്ല. അതുപോലെ തന്നെ ഘടകകക്ഷികളുടെ ഇപ്പം 2 ഘടകകക്ഷികളും വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. കേരള കോൺഗ്രസ് ആയാലും ശരി, മുസ്ലിം ലീഗ് ആയാലും ശരി. അപ്പോൾ അവരെല്ലാവരും ഇത് ഏത് നിലയിൽ ഇപ്പോൾ ഇടതുമുന്നണിയെപ്പോലെ അല്ലെങ്കിൽ CPM-ൻ്റെ ഒരു അപ്രമാദിത്വം നിലനിൽക്കുന്നത് പോലെ കോൺഗ്രസ്സിന് ഒരു അപ്രമാദിത്വം നിലനിർത്താൻ പറ്റുമോ? കോൺഗ്രസ്സിന് ഒരുപക്ഷെ സീറ്റുകൾ അവർക്ക് ഏറ്റവും അവരുടെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു കിട്ടിയ ഏറ്റവും കൂടുതൽ സീറ്റുകളാണ്. 62ഓളം സീറ്റുകൾ ഇപ്പോഴത്തെ നിലയിൽ അവർക്ക് കിട്ടുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർക്ക് നേരത്തെക്കാൾ കൂടുതലായിട്ട് അവർക്ക് അസേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ മുഖ്യമന്ത്രി ഇതെല്ലാം ഏത് നിലയിൽ വരുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇക്കാര്യത്തിൽ ഓപ്റ്റിമിസ്റ്റിക്കാണ്. എനിക്ക് തോന്നുന്നു ഈ ജനവിധിയുടെ പാഠം ഇതിൻ്റെ അകത്തൊരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു പവർ ബിക്കറിങ്ങിലേക്ക് കോൺഗ്രസ് പോവില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സ് വഴി ഹൈക്കമാൻഡ് ഇടപെടൽ വഴി പെട്ടെന്നൊരു റെസൊല്യൂഷൻ അത് ഉണ്ടാകുന്നില്ല. കാരണം അത്ര ഫോഴ്സ്ഫുള്ളാണ് ഈ പീപ്പിൾസ് വേർഡിക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ദേ വിൽ നോട്ട് ഗോ ഇൻ ഫോർ എ ലോങ് ഡ്രോൺ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. പെട്ടെന്ന് തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത. ഇപ്പോൾ കേരളത്തോടൊപ്പം തന്നെ പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും ഒരു ഭരണമാറ്റം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ UDF ആണെങ്കിൽ പശ്ചിമ ബംഗാളിൽ BJP അതൊരു മുന്നണിയായിട്ടാണ് നിലനിൽക്കുന്നത്. പക്ഷേ തമിഴ്നാട്ടിൽ നേരെ തിരിച്ച് വിജയ് തന്നെ ഒറ്റയ്ക്കൊരു മുന്നണിയായിരിക്കുകയാണ്. മികച്ച നേട്ടമാണ് അവിടെ കൈവരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊരു ജനവിധി പ്രതീക്ഷിച്ചിരുന്നു. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ജനവിധിയാണ്. നമുക്ക് തർക്കമില്ല. അപ്പോൾ ജനങ്ങൾ തീരുമാനിച്ചു അവിടെ വിജയിയുടെ നേരത്തെ. പക്ഷേ എന്നെ ചെറിയ തോതിൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, തമിഴ്നാട് എന്ന് പറഞ്ഞാൽ 8 കോടി മനുഷ്യരുടെ ഒരു സംസ്ഥാനമാണ്, ഒരു സിവിലൈസേഷനാണ്. 14,000 വർഷം പഴക്കമുള്ള ഒരു സിവിലൈസേഷൻ. അതിൻ്റെ ലീഡറായിട്ടാണ് ഒരു തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ വരുന്നത്. പിന്നെ അതിൻ്റെ അകത്തുള്ള ഒരു റിഡീമിങ് ഫാക്ടർ എന്നുള്ളത് തമിഴ്നാട്ടിലെ ബ്യൂറോക്രസി എന്ന് പറയുന്നത് വളരെ സ്റ്റേഡി ആയിട്ടുള്ള, വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. അവരാണ് ആ സംസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുവന്നത്. വളരെ പ്രൊഫഷണലായിട്ട് തന്നെ മാനേജ് ചെയ്യപ്പെടുന്ന ഒരു ബ്യൂറോക്രസി ഉള്ള ഒരു സ്ഥലമാണത്. ദേ വർക്ക് ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി. പൊളിറ്റീഷ്യന്മാർ അവരുടെ പണം ഉണ്ടാക്കുക, ജനറൽ പോളിസി തീരുമാനിക്കുക, സ്റ്റേറ്റ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത് എന്നുള്ളത് മിക്കവാറും അവർ തന്നെ തീരുമാനിക്കുന്നതാണ്. സോ അതാണ് അതിൻ്റെ അകത്ത് റെഡീമിങ് ഫാക്ടർ. പക്ഷേ എങ്കിലും ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ നമ്മുടെ ഇന്ത്യ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പം തമിഴ്നാട് എന്ന് പറയുന്ന വലിയ സംസ്ഥാനത്തിന് വളരെ വലിയ വർത്തമാനം, അവരുടെ നിലപാടുകൾക്ക് വളരെ വലിയ വില. കാരണം 39 MPമാരാണ് പാർലമെൻറ്റിലുള്ളത്. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലും നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇതേ പ്രശ്നമാണ്. പക്ഷേ വെസ്റ്റ് ബംഗാളിൽ BJP അവരുടെ വളരെ നീണ്ട കാലത്തെ ഒരു എഫർട്ടിന് ശേഷം ആ സംസ്ഥാനം പിടിച്ചിരിക്കുന്നു. ഞാൻ ഇക്കാര്യത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും അവരുടെ പ്രവർത്തനത്തെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒരു സംസ്ഥാനം പിടിക്കണം എന്ന് വിചാരിച്ചാൽ അറ്റ് വാട്ട് എവർ കോസ്റ്റ്. 15ഓ 16ഓ പ്രാവശ്യമാണ് പ്രധാനമന്ത്രി അവിടെ ആ ബംഗാളിൽ മാത്രം പോയത്. അതിൽ കൂടുതൽ തവണ ശ്രീ അമിത്ഷാ അവിടെ പോയി. മൈക്രോ മാനേജ്മെൻറ്റാണ്. അതിൻ്റെ ഒപ്പം SIR, ഇലക്ഷൻ കമ്മീഷൻ, ഹൈക്കോടതി, സുപ്രീം കോടതി,
ഉപയോഗിക്കാൻ പറ്റുന്ന മുഴുവൻ എലമെൻസിനെയും ഉപയോഗിച്ചു കൊണ്ടിട്ടാണ്. എനിക്ക് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇപ്പോൾ 27 ലക്ഷം മനുഷ്യർ വെസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ വോട്ട് ചെയ്തിട്ടില്ല. അതെ ആരുടെ സർക്കാരാണത്? ഇപ്പോൾ അധികാരത്തിൽ വരുന്ന സർക്കാർ ആരുടെ സർക്കാരാണ്? ആ ചോദ്യം ചോദിച്ചുകൊണ്ട് പോയ മനുഷ്യരെ ഇലക്ഷൻ കമ്മീഷൻ കേട്ടില്ല, ഇന്ത്യ ഗവൺമെൻറ് കേട്ടില്ല, ഹൈക്കോടതി കേട്ടില്ല, സുപ്രീം കോടതി കേട്ടില്ല. എന്ന് വെച്ചാൽ നഗ്നമായിട്ടുള്ള ഭരണഘടനാ ലംഘനം കൂടിയാണ്. പ്രായപൂർത്തി വോട്ടവകാശം എന്നുള്ളത് ഭരണഘടനാ തത്വമാണ്. അവിടെ 27 ലക്ഷം അവരുടെ കുറ്റം കൊണ്ടല്ല, അവരുടെ അപ്പീലുകൾ പരിഗണിക്കാൻ ഇലക്ഷൻ കമ്മീഷന് പറ്റിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പ്രശ്നം. തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഏതാണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിനോട് ഒരു സമാനതകളുണ്ട്. കാരണം കേരളത്തിൽ CPM എന്ന് പറയുന്നത് പോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ DMK, വളരെ കേഡർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടി, വളരെ ശക്തമായിട്ടുള്ള തമിഴ്നാട്ടിലെ വേരുകളുണ്ട്. ഇപ്പം നമ്മൾ കേരള മോഡൽ എന്ന് പറയുന്നത് പോലെ തന്നെ തമിഴ്നാട്ടിൽ ഇപ്പം ദ്രാവിഡ മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അത് ദ്രാവിഡ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ച് DMK ഭരണത്തിൽ കയറിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെന്നുള്ള നിലയിൽ പറയണത്. അപ്പോൾ അവിടെ നിന്നാണ് ഈ പറഞ്ഞതുപോലെ നേരത്തെ ജേക്കബ് സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പരിചയമോ ഭരണപരമായ പരിചയമോ ഒന്നും ഇല്ലാത്ത വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൽ അറ്റ്ലീസ്റ്റ് ഒറ്റക്കക്ഷിയായി വരുന്നത്. ഇപ്പം നമ്മൾ സാധാരണ മലയാളികൾ അല്ലെങ്കിൽ പൊതുവേ തമിഴ്നാട്ടിന് പുറത്തുനിന്നുള്ളവരെല്ലാവരും പറയുന്നത് തമിഴ് ജനങ്ങളുടെ സിനിമയോടുള്ള അമിതമായ ആവേശവും അമിതമായ ഭ്രാന്തും എല്ലാമാണ് ഈ സിനിമാ താരങ്ങൾക്ക് ഇങ്ങനെ വരുന്നതെന്നാണ്. പക്ഷേ അത് സിനിമയോടുള്ള ആവേശം മാത്രമല്ല, അതിന് വലിയൊരു സോഷ്യോളജി ഉണ്ട്. കാരണം സിനിമ എന്ന് പറയുന്ന ഈ ഒരു കലാരൂപം വരുമ്പോഴത്തേക്ക് DMK അതിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ സിനിമയെ അതിൻ്റെ ഒരു വലിയൊരു പ്രൊപ്പഗണ്ട രീതിയിൽ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ MGR എന്ന് പറയുന്ന നടൻ, ശിവാജി ഗണേശൻ, ഈ കരുണാനിധി, അണ്ണാദുരൈ, ഇവരെല്ലാം തന്നെ തമിഴ് സിനിമകളിലെ ഇവർ രണ്ടുപേരും, അണ്ണാദുരൈയും കരുണാനിധിയും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായിട്ടായിരുന്നു. ശിവാജി ഗണേശനും MGRഉം ആക്ടേഴ്സ് എന്നുള്ള നിലയിൽ വന്നിരുന്നു. അപ്പോൾ MGR ആ നിലയിൽ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് വെറും സിനിമാ നടൻ എന്നുള്ള നിലയിലല്ല, ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ അവിഭാജ്യ ഘടകമായിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലായിരുന്നു. പക്ഷേ നമ്മൾ ഈ വിജയിലേക്ക് വരുമ്പോഴത്തേക്ക് വിജയിക്ക് അങ്ങനെ ഒരു എന്താ പറയുന്നത്, അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെയോ അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ ഇപ്പം നമ്മൾ വേറൊരു പുതിയ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ തരത്തിൽ ഉള്ള ഇത് പറയുകയാണെങ്കിൽ, വിജയ് ഒരു ജെൻസി ഫിനോമിനൻ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇപ്പം നേപ്പാളിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും എല്ലാം നമ്മൾ കണ്ടിരുന്നത് ജെൻസി പ്രക്ഷോഭം പോലെ. അപ്പോൾ ഈ ജെൻസിയുടെ ഒരു റിഫ്ലക്ഷനാണ് വിജയിയുടെ ഒരു വിജയത്തിൻ്റെ പിന്നിലെന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് കാരണം ഈ നമ്മളിവിടെ CPMൻ്റെ ഭരണവും അല്ലെങ്കിൽ വ്യക്തി കേന്ദ്രിതമായിട്ടുള്ള ഒരു പാർട്ടിയായി CPM മാറിയെന്ന് പറയുന്നത് പോലെ തമിഴ്നാട്ടിലെ ഈ ദ്രാവിഡ പ്രസ്ഥാനവും ഒരു വ്യക്തി കേന്ദ്രിതമായ, പ്രത്യേകിച്ച് കരുണാനിധി കുടുംബം എന്നുള്ളൊരു നിലയിലേക്ക് മാറിയെന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പം അങ്ങനെ പല തരത്തിലുള്ള ഘടകങ്ങളുടെ ഒരു ഇതുകൂടിയാണ് ഈ വിജയുടെ വിജയത്തിന് ജൻസിയുടെ ഒരു സപ്പോർട്ട്, പിന്നെ ഈ പറയുന്ന പോലെ ദ്രാവിഡ പ്രസ്ഥാനം ഒരു കുടുംബ പ്രസ്ഥാനമായി മാറി എന്നുള്ളതിൻ്റെ നിലയിലുള്ള സംഭവം, പിന്നെ ബാക്കി എല്ലാ തരത്തിലുള്ള സംഭവങ്ങൾ, വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിൻ്റെ അങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ഡീറ്റെയിൽ നോക്കുമ്പോഴാണ്. വെസ്റ്റ് ബംഗാളിലും നേരത്തെ ജേക്കബ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത് ഈ അമിത്ഷായും നരേന്ദ്രമോദിയും കൂടെ ഈ SIR എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ ഈ ജനങ്ങളെ വോട്ടില്ലാതാക്കുന്ന, അല്ലെങ്കിൽ അത് ഒരു പുതിയ രീതിയിലുള്ള ഒരു സംവിധാനമാണത്. കാരണം അത് നിർഭാഗ്യവശാൽ നമ്മുടെ സുപ്രീം കോടതി അടക്കം ആ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള സമീപനം എന്ന് പറയുന്നത് ഒരു തീരുമാനമെടുക്കലാണ്. അവർ നമ്മുടെ ചില നിയമജ്ഞരായിട്ടുള്ള നിയമപണ്ഡിതരായിട്ടുള്ള ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ജുഡീഷ്യൽ ഇവേഷൻ എന്ന് പറയുന്നത്, അതായത് ഭരണഘടനാ കോടതികൾ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിന് പകരം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു. അപ്പോൾ ഈ SIR വന്ന അന്ന് മുതൽ ആദ്യം ഈ സുപ്രീം കോടതിയിൽ വരുന്ന കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രക്രിയ നടത്താനായിട്ട് ഭരണഘടനാപരമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരമുണ്ടോ എന്നുള്ളതാണ്. ഈ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല. ഇത് ബീഹാറിലെ ഇലക്ഷൻ തുടങ്ങുന്നതിന് 2 വർഷത്തിന് മുമ്പ് തുടങ്ങിയ കേസാണ്. എന്നിട്ടാണ് അത് ബീഹാറിൽ നിന്ന് തുടങ്ങി പിന്നെ ഇപ്പം കേരളം അടക്കം വെസ്റ്റ് ബംഗാൾ അടക്കം എല്ലാ സംസ്ഥാനങ്ങളിലേക്കും മാറ്റുന്നു. അപ്പോൾ ഈ ഓരോ സംസ്ഥാനങ്ങളിലേക്കും നിരവധി ലക്ഷക്കണക്കിന്, വെസ്റ്റ് ബംഗാളിൽ 27 ലക്ഷം പേര് ഇപ്പോൾ പുറത്തായെന്ന് പറഞ്ഞു. അതിനല്ലാതെ തന്നെ ആൾക്കാർ മൊത്തം ഏതാണ്ട് 90 ലക്ഷത്തിലധികം ആൾക്കാർ പുറത്തായിട്ടുണ്ട്.
ഇത് രേഖകളുണ്ടായിട്ട് ആ രേഖകൾ കൃത്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റാതെ പോയതിൻ്റെ ഇതാണ്. ആസാമിലും അതാണ്. അപ്പോൾ ഈ ആസാമിലും ബംഗാളിലും ഉള്ള BJPയുടെ വിജയമെന്ന് പറയുന്നത് SIR പ്രക്രിയയുടെ ഒരു വിജയമാണെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇപ്പം ബംഗാൾ, ആസാം, അങ്ങനെ മൊത്തം ബീഹാർ, ഈ ഒഡീസ അല്ലെങ്കിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് മുഴുവനായിട്ടും BJPയുടെ അധികാരത്തിന് കീഴിൽ വരുന്ന സംസ്ഥാനങ്ങളായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെയുള്ളത്. തമിഴ്നാട്ടിലെ വിജയുടെ വിജയം, അതിനകത്ത് ഒരു പ്രധാന ഫാക്ടറായിട്ട് വന്നിട്ടുള്ളത് ഈ സോഷ്യൽ മീഡിയ വഴി വിജയ് നടത്തിയിട്ടുള്ള ഒരു തരംഗം സൃഷ്ടിക്കലുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ വിജയുടെ പ്രകടനങ്ങളാണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളാണെങ്കിലും എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ യൂത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വോട്ട് തെരഞ്ഞെടുപ്പ് പര്യടന രീതികളൊക്കെയായിരുന്നു വിജയ് കൂടുതലായിട്ട് പയറ്റിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ വിജയുടെ ഏറ്റവും അവസാന ചിത്രമായിട്ട് പുറത്തു വന്നിട്ടുള്ള ജനനായകന് സെൻസർ ബോർഡ് കട്ട് വെച്ചതുപോലെ BJPക്ക് എതിരെ നിന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് വിജയ് ഈ തരത്തിൽ കേന്ദ്രം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ വേട്ടയാടുന്നത് എന്നുള്ളൊരു ഇമ്പാക്റ്റ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വിജയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൂടെ ഇത്തരത്തിൽ വിജയ് BJPക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടമായിട്ട് മുന്നിൽ നിൽക്കാനുണ്ടാകും എന്നുള്ളൊരു പ്രചരണം കൂടെ വിജയുടെ തെരഞ്ഞെടുപ്പ് ഈ വിജയത്തിന് ഒരു കാരണമായിട്ടുണ്ടാകും. അല്ല, അതാണ് പറഞ്ഞത്. വിജയ് ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ പാരമ്പര്യം മുഴുവൻ അയാൾ ഏറ്റെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DMK എൻ്റെ രാഷ്ട്രീയ എതിരാളികളാണ്, BJP എൻ്റെ ആശയപരമായ എതിരാളികളാണ്, അങ്ങനെ പറഞ്ഞും കൊണ്ടുള്ള ഒരു നിലയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഈ പലതരത്തിലുള്ള കൂടിച്ചേരലുകളും പല കോമ്പിനേഷനുകളും വരുമല്ലോ. അപ്പോൾ ആ കോമ്പിനേഷനിൽ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം തന്നെ DMKയുടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു അടിത്തറയ്ക്കകത്ത് പലതരത്തിലുള്ള വിള്ളലുകൾ വരുന്നതാണ്. അപ്പോൾ അവിടെയാണ്, ആ സ്പേസിലായിരിക്കും ഒരു പക്ഷേ നാളെ BJP കുറേ കൂടെ കൃത്യതയോട് കൂടിയിട്ട് അവർ ബംഗാളിലും ആസാമിലും എല്ലാം പരീക്ഷിച്ചിട്ടുള്ള അതേ സാധനങ്ങൾ വേറൊരു രീതിയിൽ ഒരു പക്ഷേ പരീക്ഷിക്കാൻ ശ്രമിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനം.